എന്തായാലും ഇതിന്റെ പിന്നിലുള്ള ദുരൂഹത കണ്ടുപിടിച്ചേ പറ്റുള്ളൂ ഞങ്ങൾക്ക്. നമസ്കാരം, ഞാൻ ഉമാശങ്കർ എഴുമങ്ങാട്, US മീഡിയ ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് പാലക്കാട് തൃശ്ശൂർ ജില്ലാ അതിർത്തിയിൽ തൃശ്ശൂർ ജില്ലയിൽ ദേശമംഗലം പഞ്ചായത്തിൽ 15-ാം വാർഡിലാണ് ഉള്ളത്. ഇവിടെ നമ്മുടെ ദേശമംഗലം പഞ്ചായത്തിൽ 15-ാം വാർഡിൽ തച്ചോത്ത് തങ്കൻ്റെ ഭാര്യ സെഫിയ, 73 വയസ്സുള്ള സെഫിയ കഴിഞ്ഞ ദിവസം ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടു. എന്താണ് സംഭവം എന്നറിയില്ല. അതേസമയം തന്നെ അവർ ഈ വീട്ടിൽ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. അവർക്കൊരു മകളാണുള്ളത്. അവരെ വിവാഹം കഴിച്ചിട്ടുള്ളത് എവിടെയാണ്? ചെറുതുരുത്തിയല്ലേ, കൈലിയാടാണ്. അവരവിടെ ആയിരുന്നു. ഇവിടെ അവർ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. വൈകുന്നേര സമയത്ത് രാത്രി അവർ അടുത്തുള്ള വീടുകളിലാണ് പോയിട്ട് കിടന്നുറങ്ങാറുള്ളത്. അപ്പോൾ ഒരു ദിവസം അവരെ കാണാത്തതിനെ തുടർന്ന് എന്താ പറയുക, അയൽവാസികൾ വന്ന് നോക്കുമ്പോഴാണ് ഇവരിവിടെ മരിച്ച നിലയിൽ കാണപ്പെട്ടത്. നോക്കുമ്പോൾ അവരുടെ ശരീരത്തിൽ ആഭരണങ്ങളില്ല, അതേപോലെ തന്നെ ശരീരത്തിലൊക്കെ വ്രണങ്ങളുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഇത് അനിയൻ്റെ ഭാര്യയാണ് ഞാൻ. ആളിവിടെ ഒറ്റക്കാണ് താമസിക്കുന്നത്. മോളും ഇവിടെ വന്ന് നിൽക്കുമ്പോൾ രാത്രി ഇവിടെ കിടക്കുള്ളൂ. ഒറ്റക്കാൾക്ക് ഇവിടെ കിടക്കില്ല തീരെ. അടുത്ത വീട്ടിൽ പോയി കിടക്കും. ഞങ്ങളുടെ ജ്യേഷ്ഠൻ്റെ വീട് തന്നെയാണ്. അവിടെ പോയിട്ട് കിടക്കും. ഒറ്റക്കല്ലാതെ ഇതുവരെ നിന്ന് ഇത് ഇത്രയും കാലമായിട്ട് ഒരാൾ പേടിപ്പിക്കുക പോലും ചെയ്തിട്ടില്ല. ഇത് ആദ്യമായിട്ടുള്ള സംഭവമാണ്. എന്താ സംഭവിച്ചു? ഒരാളല്ലെങ്കിൽ ഒരാൾ ഞങ്ങളിവിടെ ആരെങ്കിലും ആയിട്ട് ഇവിടേക്ക് വന്നിട്ട് ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച വന്നപ്പോൾ മോള് ഇവിടെ ഉണ്ട്. ആ മോളും പിന്നെ മരുവളൊക്കെ ഉണ്ട്. അപ്പോൾ അവർ കൂടിയിട്ട് വന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് കാണണം ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും. അങ്ങനെ വന്ന് കണ്ട് പിന്നെ ഓക്കെ നല്ല രീതിയിൽ കൂടെ. അപ്പോൾ അത് ഇത്രയും കാലത്തിനിടയ്ക്ക് ഞങ്ങൾ കുറേ നാളായി ഇപ്പോൾ ഇവിടുന്ന് ഈ ഞാൻ ആക്കര അവിടേക്ക് കയറിയിട്ട് ആളിവിടെ ഒറ്റക്കാണ്. എന്നാലും ഒരാൾ ഇതുവരെ പേടിപ്പിക്കാനും കൂടി ഉണ്ടായിട്ടില്ല. 5 മണിയായ ആള് ഇവിടുന്ന് ഡോറ് പൂട്ടിയിട്ട് അടുത്ത വീട്ടിൽ കിടക്കാം. അടുക്കളയിലത്തെ വാതിൽ തുറന്നു കിടക്കും. ഉമ്മറം പൂട്ടിയിട്ടുണ്ടായിരുന്നു. ഉമ്മറം പൂട്ടിയിട്ടില്ല. അടുക്കള വാതിൽ തുറന്നു വെച്ചിട്ടുണ്ട്. ഈ ജനലും തുറന്നിട്ടുണ്ട്. വേറെ ഒന്നുമില്ല. അപ്പൊ ഞങ്ങള് ഇപ്പൊ കഴിഞ്ഞ ഞായറാഴ്ച വന്നിട്ടപ്പോ ഞാൻ കണ്ടത്. അപ്പൊ ആൾക്ക് ഞങ്ങൾക്കൊക്കെ ധൈര്യം പറഞ്ഞു തരും. ആൾക്ക് നല്ല പിന്നെ ധൈര്യമുള്ള ആളാണ്. അല്ലെങ്കിൽ ഒറ്റക്ക് ഇങ്ങനെ താമസിക്കുമ്പോ ഒരു ധൈര്യം ഇല്ലെങ്കിൽ ഇപ്പൊ അങ്ങനെ ഒരു പേടിയുള്ള ആളാണെങ്കിൽ ഇത് പറ്റില്ലല്ലോ. അപ്പൊ എന്റെ കിടക്കണില്ല. എന്റെ ഞങ്ങളുടെ മൂത്തതൊന്നും അതിന്റെ താഴെയായിട്ട് ഒരാൾ. അപ്പൊ ഇജോ അത്താതെയൊക്കെ ഓരോ എല്ലാവർക്കും ധൈര്യം പറഞ്ഞു. ഇക്ക ഒന്നും അറിയാത്തവരുണ്ട് അവര് പറയുന്നുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് ഒത്തിരി ധൈര്യത്തിൽ തന്നെയാണ് ഞാന്. അപ്പൊ ആൾക്കും ധൈര്യം തന്നെയാണ്. അപ്പൊ അങ്ങനെ അത്രയും കാലം ജീവിച്ചിട്ട് ഇപ്പൊ എന്നാലും ഇത്രയും കാലത്തിനടക്ക് ഒരാൾ അതിനെ പേടിപ്പെടുത്ത പോലും ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഇത്രയും കാലം തന്നെ. എന്തായാലും ഇതിന്റെ പിന്നിലുള്ള ദുരൂഹത കണ്ടുപിടിച്ചേ പറ്റുള്ളൂ ഞങ്ങൾക്ക്. അതാണ് നമ്മുടെ ആവശ്യം. ഞങ്ങൾ വിചാരിച്ചത് ഇപ്പൊ അറ്റാക്ക് വന്ന് മുഖമൊക്കെ കണ്ടപ്പോ അറ്റാക്ക് വന്ന് മരിച്ചതാണെന്നാണ് ഞങ്ങൾ അതിന്റെ അടിസ്ഥാനത്തിൽ പ്രാഥമികമായ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ഒക്കെ ചെയ്തു. ചെയ്യാൻ നോക്കിയതാണ്. അപ്പൊ പിന്നെ കൈയൊക്കെ പിന്നെ ഡ്രസ് മാറ്റിയിട്ട് കൈ നോക്കുമ്പോ കൈ ഇവിടുന്ന് ഇങ്ങോട്ട് പൊളിഞ്ഞിട്ടുണ്ട്. വള ഊരിച്ചാണ്. പിന്നെ 5 പവന്റെ മാല, 5 പവനാണെന്ന് പറയുന്നുണ്ട് ചിലര്. 6 പിന്നെ അത് വലിയ 7 പവന്റെ മാല ഉണ്ടായിരുന്നത്. അത് കുറച്ച് മുറിച്ചെടുത്തുകൊള്ളൊന്നും പറയുന്നത്. അപ്പൊ ഇനി എത്ര 5, 6 ഉള്ളതെന്ന് പറയാൻ പറ്റില്ല. 10 പവൻ കിട്ടിയിട്ടുണ്ട് ആൾക്ക്. 10 പവൻ. കുറച്ച് ഭാഗം ഇവിടെ ഉണ്ടോ? അല്ല, അത് മോൾക്ക് കൊടുത്തു. പിന്നെ ശരീരത്തില് മരിച്ചു കിടക്കുന്ന ശരീരത്തില് ആഭരണങ്ങൾ എന്തെങ്കിലും ബാക്കി ഉണ്ടായിരുന്നോ? ബാക്കി ഉണ്ടായിരുന്ന ഇത് 10 പവൻ കിട്ടിയില്ല. പിന്നെ വേറെ കാതിലത്തെ ചിറ്റുണ്ട്, ഒരു കമ്മലുണ്ട്. അതൊന്നും ഒരു പൈസ ഇവിടെ ഉണ്ടായിരുന്നു കുറച്ച്. അതൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. ഈ സ്വർണം മാത്രം എടുത്തിട്ടുള്ളൂ. എന്തായാലും എന്താണ്, ആരാണ്, എന്താ ചെയ്തതെന്നുള്ള നമുക്ക് അവരെ കണ്ടുപിടിച്ചു. അതാണ് നമ്മുടെ ആവശ്യം. ഇതിപ്പോ ഇന്നലെ മിനിഞ്ഞാന്ന് വൈകിട്ട് ആള് കൂറ്റനാട് വരെ ആങ്ങളുടെ വീട്ടിലേക്ക് പോകുന്നു പറഞ്ഞതാണ്. അപ്പൊ പോകുന്ന പറഞ്ഞ ഞാൻ ഇവരുടെ ഭർത്താവിന്റെ ജ്യേഷ്ഠന്റെ മകനാണ്. അപ്പോ കൂറ്റനാട് വരെ കോടനാട് ഇവരെ ആങ്ങളാരുടെ വീട് കോടനാടാണ്. അപ്പൊ അങ്ങനെ അങ്ങോട്ട് പോകുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ പറഞ്ഞു ഇവിടെ തേങ്ങ പെറുക്കി കൂട്ടാൻ ആരുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അവനെ മാളോട് പറഞ്ഞത് പോണില്ല എന്ന് പറഞ്ഞു എന്നാണ് പറഞ്ഞത്. അങ്ങനെ പണിക്കാരൻ മറ്റേ തേങ്ങയൊക്കെ പെറുക്കി കൂട്ടി പോയി എന്ന് പറയണു. അത് കഴിഞ്ഞിട്ട് മിനിഞ്ഞാന്ന് വൈകിട്ട് വൈകിട്ടിന് ശേഷമാണ് ഇപ്പൊ സംഭവിച്ചിട്ടുള്ളത്. 4:45 മകള് 4:45 5 മണിയുടെ ഉള്ളില് മകള് സംസാരിച്ചിട്ടുണ്ട്. അപ്പോ അങ്ങനെ ഇന്നലെ വൈകുന്നേരമാണ് മരിച്ച നിലയിൽ കാണുന്നത് അല്ലേ? അപ്പൊ അങ്ങോട്ട് പോണില്ല എന്ന് പറഞ്ഞിട്ട് ഇവിടെ തൊട്ട വീട് ഒക്കെ ഞങ്ങളെ എളാപ്പ മൂത്താപ്പാരും മക്കളാണ്. അങ്ങോട്ട് പോകാൻ വേണ്ടി നിൽക്കുന്നത് വൈകിട്ട്.
അപ്പോൾ ഇത് വരെ ഈ തേങ്ങ എടുത്ത് വെച്ചാൽ അങ്ങോട്ട് പോവുകയാണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പറഞ്ഞിട്ട് പിന്നെ അതിനുശേഷം അങ്ങോട്ട് അവരോട് പറഞ്ഞിരിക്കുന്നത് കൂറ്റനാടേക്ക് പോകാന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങോട്ട് പോയില്ല. ഇവർ വിചാരിച്ചൊന്നും അങ്ങോട്ട് പോയിണ്ടാവും എന്നുള്ളത്. അപ്പോൾ ഇവർക്ക് വിളിച്ചു നോക്കുമ്പോൾ വരെ ഇവർ പറഞ്ഞത് ഹോസ്പിറ്റലിലാണ്, അവിടെ പോയി അടുത്ത വീട്ടിൽ പോയിരുന്നോടെ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. വരെ അപ്പോൾ വന്നിട്ട് വിളിക്കാം, അങ്ങോട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഈ വീടിൻ്റെ ഇതിലെ വഴിയുണ്ട്, അല്ലെങ്കിൽ ഈ പാടത്ത് കൂടെ ഇറങ്ങിയിട്ട് അങ്ങനെ പോകാം, അങ്ങനെ അവിടെ പോകാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ അവർ കണ്ടില്ല. പിറ്റേ ദിവസം 11 മണിക്കാണ് മകള് വിളിക്കുന്നത്. അപ്പോഴും ഫോൺ എടുക്കണില്ല. വൈകുന്നേരത്തോട് കൂടിയിട്ടാണ് മറ്റുള്ളവർക്ക് വിളിച്ച് പറയുന്നത് ഇങ്ങനെ ഫോൺ എടുക്കണില്ല എന്നുള്ളത്. അപ്പോഴാണ് അന്വേഷണങ്ങൾ നടത്തി എല്ലാവരും വന്നത്. ഞാൻ ഇവിടെ സ്ഥലത്തുണ്ടായിരുന്നില്ല. ഞാൻ നമ്മുടെ ഒരാൾ സോലാണ്ട് എലൈറ്റ് ഹോസ്പിറ്റലിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോയിരിക്കുകയായിരുന്നു ആളെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആളെ കാണാൻ വേണ്ടി പോകുമ്പോഴാണ് വീട് അറിഞ്ഞത്. അപ്പോൾ അവിടുന്ന് പെട്ടെന്ന് വന്ന് നോക്കുമ്പോൾ പിന്നെ പോലീസ് എത്തി. ഇപ്പോൾ വന്ന് നോക്കുമ്പോൾ ആദ്യം കണ്ടതാരാ? ആദ്യം കണ്ട ആൾക്കാരില്ല, ഇപ്പോൾ അവിടെ ഇല്ല. ഓക്കെ. അപ്പോൾ അവരെന്താണ് ആ സമയത്ത് കണ്ട ഒരു ആള് കട്ടിലിന്മേ കിടക്കണതായി? അതായത് ഈ കാണുന്ന കട്ടിലിന്റെ മുകളിൽ തന്നെയാണോ? അല്ല, ഈ റൂമില് റൂമിലായിരുന്നു ഒരു കട്ടിലുണ്ട്. അപ്പോൾ ആ റൂമിൽ കിടക്കണതായിട്ടാണ്. അപ്പോൾ അവരൊക്കെ വിചാരിച്ചിരിക്കുന്നത് അറ്റാക്ക് മൂലം മരണപ്പെട്ടു എന്നുള്ളതാണ് വിചാരിക്കുന്നത്. പിന്നെ കുറെ കഴിഞ്ഞ് ഉറങ്ങി കിടക്കണ കിടക്കാണ്. അപ്പോൾ മറ്റേ അറ്റാക്ക് വന്നിട്ട് സൈലന്റ് അറ്റാക്ക് അങ്ങനെ ഇതായിട്ടാണ് മരണപ്പെട്ടു എന്നാണ് വിചാരിച്ചത്. പിന്നീടാണ് കൈമ മുറിവും ഗോൾഡും കാണാനില്ല എന്ന് പറഞ്ഞത്. അപ്പോഴൊക്കെ സംശയം തോന്നിയിട്ട് പിന്നെ പോലീസിനെ വിളിച്ച് പറഞ്ഞിരിക്കും. അങ്ങനെ ഉണ്ടായിരുന്നല്ലേ? പോലീസ് ചെറുതെട്ടി പോലീസ് മറ്റേ ACP ഉണ്ടായിരുന്നു. ഞാൻ ഇവരൊക്കെ ഒന്ന് ഡോഗ് സ്ക്വാഡ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഫിംഗറിന്റെ സ്ക്വാഡ് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഇങ്ങോട്ട് കൊണ്ടുവരും. ഇവിടുന്ന് പിന്നെ പ്രാർത്ഥനകളെല്ലാം കഴിഞ്ഞ് ഈ പള്ളിയിലെ ഇരുങ്കൂട്ടർ കബർസ്ഥാൻ അല്ലേ സംസ്കരിക്കും. മായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ ഇവിടെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറും അതേപോലെ തന്നെ കോൺഗ്രസിൻ്റെ ബ്ലോക്ക് പ്രസിഡൻറ്റുമായിട്ടുള്ള ഷാനവാസ് സാറും വേറൊരു ബ്ലോക്ക് മെമ്പറൊക്കെ നമ്മുടെ കൂടെ ഉണ്ട്. അവർ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വിശദമായി പറയും. അതിദാരുണമായിട്ടുള്ള സംഭവമാണ് നടന്നിട്ടുള്ളത്. ഒരു തനിച്ച് താമസിക്കുന്ന ഒരു 75 വയോധിക ആക്രമിക്കപ്പെടുന്നു, കൊല്ലപ്പെടുന്നു, അവരുടെ ശരീരത്തിലുള്ള ആഭരണങ്ങൾ നഷ്ടമാകുന്നു. അതേക്കുറിച്ച് അന്വേഷിച്ച് നടന്നിട്ടുള്ള ഒരു വർഷങ്ങളായിട്ട് ഇത്തരത്തിലാണ് താമസം. മകള് കല്യാണം കഴിച്ചു കൊടുത്തിരിക്കുന്നു. രാത്രി അടുത്ത വീട്ടിലേക്കാണ് അവർ കിടന്നുറങ്ങൽ. അപ്പോൾ ഇത് ശ്രദ്ധിച്ചുകൊണ്ടും എങ്ങനെ അപായപ്പെടുത്തി ഈ സ്വർണ്ണം കൈവശലാക്കാം എന്നുള്ളൊക്കെ തക്കം പാർട്ടിയാണ് ആക്രമിച്ചിട്ടുള്ളത്. എന്താണെങ്കിൽ ഇത്തരത്തിലുള്ള വയോധികര ആക്രമണ സ്വഭാവം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അവരെ കൊല്ലപ്പെടുന്നു കൂടിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ എല്ലാം നഷ്ടപ്പെടുന്ന അവസ്ഥ വരെയാണ്. അപ്പോൾ ഈ തനിച്ച് താമസിക്കുന്ന ആളുകളെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വിജനമായിട്ടുള്ള പ്രദേശമാണ്. ഇത് വീടിൻ്റെ മുൻവശം ഏക്കർ കണക്കിന് വയലാണ്. ആ വഴിയൊക്കെ ആൾ രക്ഷപ്പെടാൻ സാധ്യതകളൊക്കെ ഉണ്ട്. ഇതാണെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും പോലീസും ഒക്കെ ഒരു പ്രത്യേക സംവിധാനത്തിൽ ഇവർ ഉൾപ്പെടുത്തണം. ഇത്രയും ഒറ്റയ്ക്ക് താമസിക്കുന്ന ആളുകളുടെ സെൻസസും കണക്കൊക്കെ എടുത്ത് അവരുടെ ദൈനംദിന ജീവിതം ശൈലി സംവിധാനങ്ങളൊക്കെ പഠിച്ചുകൊണ്ട് അവരെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് ഉണ്ടാകണം. അതിനു പറ്റിയൊരു പദ്ധതി പോലീസും അതുപോലെ തന്നെ ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഏറ്റെടുത്ത് നടപ്പിലാക്കിയാൽ കുറേയൊക്കെ ഒരു പരിധിവരെയൊക്കെ ഇതിനെ സംരക്ഷണം കൊടുക്കാൻ കഴിയും എന്ന് എനിക്ക് പറയാനുള്ളത്. ഷംല ഷിഹാബ് എന്നാണ് പേര്. ബ്ലോക്ക് മെമ്പറാണ് ഞാൻ. എൻ്റെ പരിധിയിൽ പെട്ടതാണ്. ഞാൻ വന്നിട്ടുണ്ടായിരുന്നു, സംസാരിക്കാറുണ്ടായിരുന്നു. ഒറ്റപ്പെട്ടൊരു പ്രദേശത്താണ് താമസിക്കുന്നത്, ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. പക്ഷെ മോള് കൂടെ ഉണ്ടായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പക്ഷെ ഇലക്ഷന് വേണ്ടിയിട്ട് വോട്ട് ചോദിക്കാൻ പോയൊരു ടൈമിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. അപ്പം എന്താണെങ്കിലും കാര്യമായിട്ട് അന്വേഷണം വേണം, എന്താണ് സത്യം എന്നുള്ളത് അറിയണം. ഒറ്റപ്പെട്ട സ്ത്രീകൾക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാവാൻ പാടില്ല. ഇപ്പോൾ എല്ലാവരും +2 കഴിഞ്ഞ് ഏത് കോഴ്സ് തിരഞ്ഞെടുക്കും എന്നുള്ള കൺഫ്യൂഷനിലാണല്ലോ അല്ലേ?
ഡിഗ്രി പഠിക്കാനാണ് തീരുമാനമെങ്കിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അംഗീകാരത്തോടു കൂടിയ ബികോം ഫിനാൻസ്, ബികോം CA, BA ഫങ്ഷണൽ ഇംഗ്ലീഷ്, BSc ഫുഡ് ടെക്നോളജി, BA എക്കണോമിക്സ് വിത്ത് ഫോറിൻ ട്രേഡ്, AICTE അംഗീകാരത്തോടു കൂടി BBA, BCA കോഴ്സുകൾ പഠിക്കുന്നതിന് അനുയോജ്യമായി നിങ്ങളുടെ തൊട്ടടുത്തുള്ള സ്ഥാപനമാണ് MES ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പട്ടാമ്പി. UG കോഴ്സിനൊപ്പം വിവിധ ആഡ് ഓൺ കോഴ്സുകളും യോഗ ട്രെയിനിങ്ങും ഇവിടെ ലഭ്യമാണ്. പഠനത്തോടൊപ്പം കലാകായിക മത്സരങ്ങളിലും മികവ് പുലർത്തുന്ന സ്ഥാപനം കൂടിയാണ് MES എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. അർഹരായ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പും നൽകി വരുന്നുണ്ട്. ഇത് MESന്റെ മാത്രം പ്രത്യേകതയാണ്.